ഹായ് ഗൈസ്, വളരെ സങ്കടത്തോടെയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാവരും ടി വിയിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ അറിയുന്നുണ്ടാവാം. നമ്മളാൽ കഴിയുന്ന സഹായം അവിടെയുള്ള ആളുകൾക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പം മെയിനായിട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പാല് നൽകാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ട് ഒരു ഹസ്ബൻഡ് തൻ്റെ വൈഫിന് താല്പര്യമുണ്ട് എന്നും പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിന് താഴെ ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത, വൃത്തികെട്ട 2-3 ആളുകൾ വളരെ മോശമായിട്ടുള്ള കമൻ്റ് ഇട്ടിരുന്നു. അത് ഞാൻ കാണുകയുണ്ടായി. ആ സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചു, 2 എണ്ണം പൊട്ടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സിലാലോചിച്ചിട്ടുണ്ട്. അത് മനുഷ്യത്വമുള്ള എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. പിന്നെ എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട്, ഞാനൊരു അമ്മയാകാൻ തയ്യാറെടുക്കുന്ന സാഹചര്യമായതുകൊണ്ട് ബെഡ് റെസ്റ്റിലാണ്, പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് ഇങ്ങനത്തെ ആളുകളെ കാണാനോ അല്ലെങ്കിൽ നേരിട്ട് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ ഇന്ന് എനിക്കറിയാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂടെ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു, ആൾക്ക് മനുഷ്യ സ്നേഹമുള്ള അല്ലെങ്കിൽ മാനുഷിക പരിഗണന എന്താണെന്നറിയുന്ന ആളുകൾ ആരൊക്കെയോ, എനിക്ക് ആ ആളുകളോട് ബഹുമാനവും സ്നേഹവും ഇഷ്ടവും ഒക്കെ കൂടി വരികയാണ്. എന്തൊക്കെയോ അവന് വേണ്ട രീതിയിലുള്ള കൈകാര്യം മറ്റുള്ളവർ ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ദുഷ്ചിന്ത ഉള്ള ആളുകൾ അവരായിരുന്നു, ഞാനിപ്പോൾ ആലോചിക്കുക, ഇങ്ങനത്തെ സാഹചര്യത്തിൽ മരണപ്പെട്ടു പോകേണ്ടിയിരുന്നത് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഇങ്ങനെ മോശമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകൾ എന്തിനാണ് ജീവിക്കുന്നത്? നല്ല ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. നല്ല ഒരുപാട് ആളുകൾക്ക് ബന്ധുക്കളെ നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആപത്ഘട്ടത്തിൽ കൂടെ നിൽക്കുക, സഹായിച്ചില്ലേലും വേണ്ടില്ല, ഉപദ്രവം ചെയ്യാതിരിക്കുക, മോശം പറയാതിരിക്കുക, വൃത്തികെട്ട കമൻറ്റുകൾ ഇടാതിരിക്കുക. അതായത് 2-3 ആൾക്കാർ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനിയും 2-3 ആൾക്കാർക്കും കൂടെ ഉള്ള മറുപടി നിങ്ങൾ കൊടുക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. വയനാട്ടിലെ ആളുകൾക്കും അല്ലെങ്കിൽ വയനാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയിലും ഭയങ്കര വിഷമത്തോടെയാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ, അല്ലെങ്കിൽ ധനസഹായം എന്നുള്ള രീതിയിൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ മാത്രമേ ഉള്ളൊരു നിവൃത്തി എനിക്കുള്ളൂ. ഇപ്പോൾ എല്ലാവരും അവിടെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത് അത് അവരെ സഹായിച്ച് അവരെ കൂടെ നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.